വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. CPI സംസ്ഥാന കൗൺസിലിലെ കടുത്ത വിമർശനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളി ബിനോയ് വിശ്വം പോര് 10 വർഷം കൂടെ നിന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്ന ചതിയൻ ചന്തുമാരാണ് CPI എന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയത് എന്ത് തെറ്റാണെന്നും ചോദിച്ചു. എന്നാൽ വെള്ളാപ്പള്ളിയല്ല LDFന്റെ മുഖമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെ നിലപാടിലാണ് CPI. പിണറായി വിജയന്റെ ശൈലി മാറണം, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണമെന്ന ആവശ്യം CPIയുടെ സംസ്ഥാന കൌൺസിൽ കഴിഞ്ഞ ദിവസമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം കൌൺസിൽ ഉയർന്നു വന്നു. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസ്താവന കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. എന്തിന് പിണറായി മാറണം? വർഗീയ കലാപങ്ങളില്ലാത്ത കാലമാണ്. പിണറായി വിജയൻ എന്ത് തെറ്റാണ് ചെയ്തത്? തന്നെ കാറിൽ കയറ്റി എന്താണ് തെറ്റ്? താനൊരു പിന്നാക്കക്കാരനായതുകൊണ്ടാണ്, അയിത്തജാതിക്കാരനാണോ താൻ എന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റേതെങ്കിലും മുന്നാക്ക സമുദായ അംഗമാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതെങ്കിൽ ഇത്തരം വിമർശനം ഉണ്ടാകുമായിരുന്നു എന്ന് കൂടി വെള്ളാപ്പള്ളി ചോദിക്കുന്നു. ഈ ശിവഗിരി വന്നിട്ടൊരു സംവാദം ഉണ്ടാക്കുന്നത് ചെയ്യാറില്ല. കാരണം ഞാൻ ഒരു അയിത്തജാതിക്കാരനല്ലേ. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണുകയും കൂട്ടത്തിൽ ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയതെങ്കിലും കൊണ്ടുവരുന്ന ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഒരു ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു കൊണ്ടുവരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടി നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? പിണറായി വിജയന്റെ ശൈലി മാറണമെന്ന് CPI ആവശ്യപ്പെടുമ്പോഴും പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. താൻ വീണ്ടും അക്കാര്യം തന്നെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ മുഷ്ടി ചുരുട്ടി അദ്ദേഹം പിണറായിയുടെ പേര് പറഞ്ഞാണ് ഈ ശിവഗിരിയിൽ നിന്ന് ഇന്ന് മടങ്ങിയത്. പിണറായി വിജയൻ നയിക്കട്ടെ എന്നാണ്. എന്താ കുഴപ്പം? ഇനിയും നയിക്കട്ടെ, മൂന്നാമതും നയിക്കട്ടെ. അതിന് എന്താ കുഴപ്പം? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ 10 കൊല്ലം ഇവിടെ ഒരു മാറാട് കലാപം ഉണ്ടായോ മിസ്റ്ററെ? വർഗീയ കലാപം ഉണ്ടായോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ വർഗീയ കലാപകാരികളാണ് ഇപ്പൊ ഇവിടെ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന കൌൺസിൽ ഉയർന്നു വന്ന വിമർശനങ്ങളൊക്കെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. തിരുത്താനും മുന്നണിയെ നന്നാക്കാനുമാണ്, മുന്നണി നശിപ്പിക്കാനല്ല വിമർശനങ്ങൾ എന്ന മറുപടിയാണ് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി അല്ല ഇടതുമുണ്ട് മുഖമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനങ്ങളും അദ്ദേഹം ആവർത്തിക്കുകയാണ്. മാത്രമല്ല വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് CPI ചതിയൻ ചന്തുമാരാണ്, 10 വർഷം കൂടെ നിന്നിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത്. അതിനുള്ള മറുപടി ബിനോയ് വിശ്വം നൽകുന്നുണ്ട്. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ തലക്ക് ചേരില്ല, CPI തലക്ക് ആ കുപ്പി ചേരില്ല. ആ കുപ്പി ആ തലക്കേ ചേരൂ. ആരായാലും തിരുവനന്തപുരം സന്തോഷം. ഏതായാലും സർക്കാർ അവസാന മാസങ്ങളിലേക്ക് ആഴ്ചകളിലേക്ക് കടക്കുമ്പോൾ അടുത്ത തവണ ആരിടതുമുണ്ട് നയിക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. അവിടെ പിണറായി വിജയനൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി പൂർണ്ണമായും മാറണമെന്ന് CPI പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ശൈലി തിരുത്തണം, തെറ്റുതിരുത്തി ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് CPIയുടെ നേതൃയോഗങ്ങൾ ഉയർന്നു വന്നത്. വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ആരാണ് മുന്നണിയെ നയിക്കുമെന്നുള്ളതാണ്. CPM-ഉം പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രചരണം നയിക്കുമെന്ന ഒരു സന്ദേശം CPM-ന്റെ നേതൃയോഗങ്ങളിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പങ്കെടുത്ത MA ബേബി അടക്കമുള്ളവർ നൽകിയത്. മാധ്യമങ്ങളോട് ക്ഷുഭിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി. മലപ്പുറത്ത് SNDPക്ക് സ്കൂൾ അനുവദിച്ച് കിട്ടാത്തതിനുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല, അത് തുടങ്ങുന്നത് സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്, താൻ കുറെ നാളായി തുടങ്ങിയിട്ട്
കുറെ പണി വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പറയുന്നത്. No.